ഹലോ ഗായ്സ്, അപ്പോൾ ദേ അമ്മയും ഞാനും കൂടെ പൊടുവണ്ണിയുടെ ഇല കഴുകാൻ കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണെന്നല്ലേ ഒരു സൂത്രം നമുക്ക് ചക്കപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണെന്ന് പറയുന്നു കമൻറ്റ് ചെയ്യണേ. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഇത് നമ്മൾ ശർക്കര കുട്ടന്മാരെ ഇട്ട് കൊടുക്കുക. പാവങ്ങൾ എന്നോട് അപേക്ഷിക്കുന്നുണ്ടായിരുന്നു ഗായ്സ്, എന്നെ വെറുതെ വിടൂ വെറുതെ വിടൂ വെറുതെ വിടൂ. പക്ഷേ എല്ലാവരെയും ഞാൻ ദേ പാത്രത്തിലാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കി ഇളക്കി ഉരുക്കിയതേ ഈ ഒരു പരുവാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചക്കയിലേക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസിയിലെടുത്തു. ഇനി വേണ്ടത് എന്താ, നമ്മുടെ ചക്ക രാജാവ് വരട്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ദേ സൈഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അമ്മ നമ്മുടെ തേങ്ങാ കൊത്തിങ്ങനെ കുനാന്ന് അരിയുന്നുണ്ട്. അതിനുശേഷം ചക്കയിലേക്ക് നമ്മൾ ആവശ്യത്തിന് അരിപ്പൊടി ഇട്ടു ഗായ്സ്. എന്നിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഞാൻ പൊറാട്ട കുഴച്ചുള്ള പരിചയമുള്ളതൊന്നും തിരക്കിടില്ല. ഇളക്കി 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 അമ്പോ എൻ്റെ കൈ ഇതേ ഒരു പരിവായി. എന്നാലും എന്ത് ചെയ്തില്ല, ഇളക്കി നിർത്തിയില്ല. അതിൻ്റെ ഇടയിൽ ഒരു ഉരുള തിന്നാലോ നല്ല ടേസ്റ്റാണ് സാധനം കേട്ടോ. അതിനുശേഷം നമ്മൾ ഉരുക്കി വെച്ച നമ്മുടെ ശർക്കര കുട്ടന്മാരെയും കൂടെ പാർന്ന് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും എന്ത് ചെയ്യണം, നമ്മുടെ ഇളക്കെത്തണം കേട്ടോ. എക്സ്പീരിയൻസ്ഡുള്ള ആളുകൾക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ. ഞാൻ എങ്ങനെ ആയതുകൊണ്ട് തിരക്കിടില്ല. അതിനുശേഷം നമ്മളിത് കുനുകുനാന്ന് അരിച്ചു വെച്ച നമ്മുടെ തേങ്ങാക്കൊത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക, നന്നായിട്ട് അങ്ങോട്ട് എന്ത് ചെയ്ത് കൊടുക്കുക, ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ സ്വാദിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ഏലക്കായ ഒരു തുള്ളി പഞ്ചസാരയും കൂട്ടി പൊടിച്ചിട്ട് എന്ത് ചെയ്തു, ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതും കൂടെ നന്നായിട്ട് കുഴച്ച് കൊടുത്തു. ആ ക്ലിപ്പ് ഞാൻ വിട്ടുപോയി ഗൈസ്. അതിനുശേഷം നമ്മുടെ തീ അങ്ങോട്ട് കത്തിച്ച് കൊടുക്കും. ദേ ഒരു പാത്രം ഇറക്കി വെച്ചു കേട്ടോ. പാത്രം വെച്ചു, അതിൽ അത്യാവശ്യം വെള്ളവും വെച്ച് നമ്മുടെ ചോറ് ഊറ്റിയിടുന്ന പാത്രമായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഇഡ്ഡലിത്തട്ട് ചെറുതായതുകൊണ്ട്. അങ്ങനെ ആവശ്യാനുസരണം ഓരോ ചക്കപ്പത്തിനുള്ള ആളുകളെയും ഞങ്ങളിതിങ്ങനെ ഇലയിലേക്ക് എടുത്ത് ഇപ്പം മനസ്സിലായല്ലോ അല്ലേ എന്തിനാ പൊടുപണിയുടെ ഇല എന്നുള്ളത്. എടുത്ത് മടക്കി ഇതേ പ്ലേറ്റിലേക്ക് അങ്ങോട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇട്ട് കൊടുക്കുന്നു, അമ്മ മടക്കുന്നു, ചിലത് ഞാനും ഇടുന്നു, ഞാനും മടക്കുന്നു, അമ്മയും ഞാനും അങ്ങനെ ഇട്ടും മടക്കി അവസാനം എന്ത് ചെയ്തു, എല്ലാം കൂടെ ഒന്ന് മടക്കി ഞങ്ങൾ സെറ്റാക്കി എന്ത് ചെയ്തു, പാത്രത്തിലേക്ക് വെച്ചു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇലയിൽ മടക്കി വെച്ച ചക്കപ്പം എല്ലാം നമ്മൾ ദേ ആവി കയറ്റാൻ വെച്ച പാത്രത്തിലേക്ക് വെച്ചു. ശേഷം ഒരു പാത്രം കൊണ്ട് ദേ മൂടി വെച്ചു ഗായ്സ്. അങ്ങനെ മൂടി വെച്ച് അല്പസമയത്തിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്, എടാ മോനെ, ആ മണം, നമ്മുടെ വാടിയ ഇലയുടെയും ആ ചക്കയുടെയും മണം പൊളിയാണെന്ന് മനസ്സിലായി. പിന്നെ ഒന്നും നോക്കിയില്ല, അതേ ഒരു ചക്കപ്പം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെ എടുത്തു. ഉണ്ടാക്കിയ ആളെന്നെ ആദ്യം ടേസ്റ്റ് ചെയ്യുക, എന്താലേ അന്തസ്. അതെ, നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ വീട്ടിൽ? നമ്മളൊരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് കാരണവന്മാർക്ക് വേണ്ടി എടുത്തു വയ്ക്കും. അതുപോലെ തന്നെ ഒരു കഷ്ണം എടുത്തതേ പുറത്തോട്ടും അടുപ്പിലോട്ടും ഇടാറുണ്ടോ? ഞാനിതേ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഉണ്ടാക്കിയ സാധനത്തിൻ്റെ ഒരു ചെറിയ പീസ് എടുത്ത് ഞാൻ എന്ത് ചെയ്തു, ചെറിയൊരു കഷ്ണം നമ്മുടെ അടുപ്പിലേക്കും അതുപോലെ ചെറിയൊരു കഷ്ണം നമ്മുടെ പുറത്തേക്കും എന്തേ മെല്ലെ അങ്ങോട്ട് വലിച്ചെറിഞ്ഞു. കൊതി കൂടാതിരിക്കുകയാണെന്ന് പറയാം എന്നൊക്കെ പറയാറുണ്ട്. എന്തായാലും ഞാൻ നോക്കിയില്ലാതെ നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ആവി പറക്കുന്ന ചക്കപ്പം ഒരു ബൈറ്റ് അങ്ങോട്ട് കടിച്ചു. ആഹാ, നല്ല ടേസ്റ്റ്, നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. സാരമില്ല, എന്നാലും എനിക്ക് വെയിറ്റ് ചെയ്തുണ്ടാക്കിയ സാധനമായതുകൊണ്ട് ഞാൻ എഗെയിൻ ഒരു പീസും കൂടെ അങ്ങോട്ട് കടിച്ചു. മോനെ, വായിൽ നിന്ന് ആവി പറക്കുന്നുണ്ടായിരുന്നു. ചൂടാണ് കേട്ടോ ഞാൻ ഈ കാട്ടുകൂട്ടുന്ന പരക്കം സാധനം. സൂപ്പർ.